എന്റെ പ്രിയപ്പെട്ട കുട്ടി, ജൂലൈ 28 ചൊവ്വാഴ്ചയെന്ന ഈ പുണ്യദിനം നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ ദിവസമല്ല. മറിച്ച് തലയിണയിൽ മുഖമർത്തിവെച്ച് നീ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുള്ള നിന്റെ ആത്മാവിന്റെ ഓരോ ചോദ്യത്തിനും പ്രപഞ്ചം മറുപടി അയച്ചു തന്ന ചരിത്രപരമായ ദിവസമാണ്. അതെ, ഇന്ന് ആ ഓരോ എന്തുകൊണ്ട്, എപ്പോൾ, എങ്ങനെ എന്നതിനെല്ലാമുള്ള മറുപടി നിന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ഉത്തരങ്ങൾ എത്രത്തോളം വ്യക്തവും ആഴത്തിലുള്ളതും അത്ഭുതകരവുമാണെന്ന് വെച്ചാൽ, ഇത് കേൾക്കുമ്പോൾ വർഷങ്ങളായി നിന്റെ ആത്മാവിന് ലഭിക്കാതിരുന്ന ആ ശാന്തി നിനക്ക് അനുഭവപ്പെടും. കാരണം ഇന്ന് പ്രപഞ്ചം നിനക്ക് ഒരു സന്ദേശം മാത്രമല്ല തരുന്നത്, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കീർണതകൾക്കുള്ള പരിഹാരം കൂടി നൽകാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിൽ എണ്ണമറ്റ തവണ നീ ആകാശത്തേക്ക് നോക്കി മനസ്സിൽ ചോദിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? എന്റെ അധ്വാനത്തിന്റെ ഫലം എനിക്കെപ്പോൾ ലഭിക്കും? എന്റെ ഭാഗ്യം എപ്പോൾ മാറും? എന്റെ വേദനകൾ എന്ന് അവസാനിക്കും? ഒരു തെറ്റും ചെയ്യാതെ എന്നിൽ നിന്നകന്നുപോയ എന്റെ പ്രിയപ്പെട്ടയാൾ എന്നായിരിക്കും തിരിച്ചുവരിക? ഈ ചോദ്യങ്ങളൊന്നും നീ ആരോടും ചോദിച്ചിട്ടില്ല, മറിച്ച് സ്വന്തം കണ്ണീരോടൊപ്പം ഇറക്കിക്കളയുകയായിരുന്നു. എന്നാൽ പ്രപഞ്ചം നിന്റെ ആ മൗനം കേട്ടിരിക്കുന്നു. ഇന്ന് ചൊവ്വാഴ്ച പ്രപഞ്ചം നിനക്ക് ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകാൻ പോകുന്നു. നിന്റെ ആത്മാവ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ആദ്യ ചോദ്യം ഇതായിരുന്നു: എന്തുകൊണ്ട് എന്നോട് മാത്രം എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്രയധികം പോരാടേണ്ടി വരുന്നു? ഇന്ന് പ്രപഞ്ചത്തിന്റെ ഉത്തരം കേൾക്കൂ. നിന്നോടങ്ങനെ സംഭവിച്ചിരുന്നത് നീ ഒരു സാധാരണ ആത്മാവല്ലാത്തതുകൊണ്ടാണ്, മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ആത്മാവാണ് നീ. പ്രപഞ്ചം താൻ തിരഞ്ഞെടുത്ത യോദ്ധാക്കളെ ഏറ്റവും പ്രയാസമേറിയ വഴികളിലൂടെ കടത്തിവിടുന്നു. അതിലൂടെ സാധാരണക്കാർക്ക് അസാധ്യമായ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ അവർക്ക് സാധിക്കും. നിന്റെ ഓരോ പോരാട്ടവും, നിന്റെ ഓരോ വീഴ്ചയും, നിന്റെ ഓരോ നിരാശയും യഥാർത്ഥത്തിൽ നിന്റെ വാതിൽപ്പടിയിലെത്തി നിൽക്കുന്ന ആ വലിയ വിജയത്തിനായി നിന്നെ സജ്ജമാക്കുകയായിരുന്നു. എണ്ണമറ്റ രാവുകളിൽ നക്ഷത്രങ്ങളോട് നീ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം: എപ്പോഴാണ് എന്റെ നല്ല സമയം വരിക? എപ്പോഴാണ് എന്റെ ഭാഗ്യം മാറുക? ഇന്ന് പ്രപഞ്ചത്തിന്റെ ഉത്തരം ഇതാണ്: ഇനി മതി, നിന്റെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. നിന്റെ ഭാഗ്യത്തിന്റെ സൂര്യൻ ഇന്നു മുതൽ ഉദിച്ചുയർന്നു കഴിഞ്ഞു. ഇനി നിനക്ക് ഇരുട്ടിൽ ഒരടി പോലും മുന്നോട്ട് വെക്കേണ്ടിവരില്ല. കാരണം പ്രപഞ്ചം നിനക്കായി പ്രകാശത്തിന്റെ ഒരു സ്തംഭം അയച്ചിട്ടുണ്ട്. അത് നിന്റെ ഓരോ വഴിയെയും പ്രകാശപൂരിതമാക്കും. ഈ ഉത്തരം കേവലം വാക്കുകളിൽ മാത്രമല്ല, വരും ദിവസങ്ങളിൽ നിന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് നീ കാണാൻ തുടങ്ങും. നീ ഒരിക്കലും നാവാൽ പറഞ്ഞിട്ടില്ലാത്തതും എന്നാൽ നിന്റെ ആത്മാവ് നിലവിളിച്ച് ചോദിച്ചതുമായ മൂന്നാമത്തെ ചോദ്യം: ഞാൻ ആഗ്രഹിക്കുന്ന ആ സ്നേഹത്തിനും ബഹുമാനത്തിനും ഞാൻ എപ്പോഴെങ്കിലും അർഹനാകുമോ? ഇന്ന് പ്രപഞ്ചത്തിന്റെ ഉത്തരം ഇതാണ്: അതെ, നീ അതിന് അർഹൻ മാത്രമല്ല, നീ ഒരിക്കലും ചിന്തിക്കാത്തതെല്ലാം നിനക്ക് ലഭിക്കാൻ പോകുകയാണ്. നിന്നെ അവഗണിച്ചിരുന്നവർ നിന്റെ അടുത്ത് ഉപദേശം തേടിവരും. നിന്നെ തകർത്ത ബന്ധങ്ങൾ നിന്നെ കൂട്ടിച്ചേർക്കാൻ സ്വയം തിരിച്ചെത്തും. നിനക്കിതുവരെ ലഭിക്കാത്ത ആദരവ് നിന്റെ കാൽക്കൽ വന്നു വീഴും. നിന്റെ ആത്മാവ് പ്രപഞ്ചത്തോട് ചോദിച്ച നാലാമത്തെ ചോദ്യം: എന്റെ ആരോഗ്യം എപ്പോഴെങ്കിലും ശരിയാകുമോ? എന്റെ ഉള്ളിൽ മുൻപുണ്ടായിരുന്ന ആ ഊർജവും ഉന്മേഷവും എനിക്ക് വീണ്ടും അനുഭവിക്കാൻ കഴിയുമോ? ഇന്ന് പ്രപഞ്ചം നിനക്ക് ഉറപ്പു നൽകുന്നു: നിന്റെ ശരീരം ഇപ്പോൾ സുഖപ്പെടാൻ തുടങ്ങും. നിന്റെ ഓരോ കോശത്തിലും പുതിയ ജീവനും തിളക്കവും നിറച്ചിരിക്കുന്നു. വളരെ വേഗം തന്നെ മുൻപത്തേക്കാൾ ആരോഗ്യവാനും ചെറുപ്പവും ശക്തിയുള്ളവനുമായി നീ നിന്നെ തന്നെ അനുഭവിക്കും. കാരണം പ്രപഞ്ചം നിന്റെ ആരോഗ്യത്തിന്റെ ചുമതല സ്വയം ഏറ്റെടുത്തിരിക്കുന്നു. നീ ആരുടെയും മുന്നിൽ വയ്ക്കാത്ത അഞ്ചാമത്തെ ചോദ്യം: എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എപ്പോഴെങ്കിലും അവസാനിക്കുമോ? എനിക്കെന്തെങ്കിലും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുമോ? ഇന്ന് പ്രപഞ്ചത്തിന്റെ ഉത്തരമിതാണ്: അതെ, നിന്റെ ദാരിദ്ര്യത്തിന് അവസാനമായിരിക്കുന്നു. നിനക്കായി ഒരിക്കലും വറ്റാത്ത ധനസ്രോതസ്സുകൾ തുറക്കപ്പെടുകയാണ്. ഈ ധനം നിനക്ക് എത്രത്തോളം എളുപ്പത്തിലും സമൃദ്ധമായും ലഭിക്കുമെന്ന് വെച്ചാൽ നിനക്ക് സ്വയം വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. കാരണം പ്രപഞ്ചം തങ്ങളുടെ ഏറ്റവും വിലയേറിയ പെട്ടകത്തിന്റെ താക്കോൽ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിന്റെ ആത്മാവ് വീണ്ടും വീണ്ടും ചോദിച്ച ആറാമത്തെ ചോദ്യം: എന്റെ ശത്രുക്കളും എന്നോട് അസൂയയുള്ളവരും അവർ ചെയ്തതിന്റെ ഫലം എപ്പോഴെങ്കിലും അനുഭവിക്കുമോ? ഇന്ന് പ്രപഞ്ചത്തിന്റെ ഉത്തരം കേൾക്കൂ. അവർ ചെയ്തതിന്റെ ഫലം അനുഭവിക്കുക മാത്രമല്ല,
പ്രപഞ്ചം ഇന്നു തന്നെ അവർക്കെതിരെയുള്ള തന്റെ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിന്നെ താഴെയിറക്കാൻ അവർ നടത്തിയ എല്ലാ ഗൂഢാലോചനകളും നിഷേധാത്മകതയും കണ്ണീറുകളും ഇനി അവരിലേക്ക് തന്നെ തിരിഞ്ഞുകുത്തും. പ്രപഞ്ചത്തിന്റെ നീതി നടപ്പാകുന്നത് നീ മിണ്ടാതെ നിന്ന് കാണുക മാത്രം ചെയ്യുക. കാരണം നിന്റെ സംരക്ഷണത്തിന്റെ ചുമതല പ്രപഞ്ചം സ്വയം ഏറ്റെടുത്തിരിക്കുന്നു. നീ ശായത ചിന്തിച്ചിട്ടുപോലുമില്ലാത്ത, എന്നാൽ നിന്റെ ആത്മാവിനറിയാമായിരുന്ന ഏഴാമത്തെ ചോദ്യം: നിബന്ധനകളില്ലാതെ എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും സത്യത്തിലുണ്ടോ? ഈ പ്രപഞ്ചത്തിൽ ഞാൻ തനിച്ചാണോ? ഇന്ന് പ്രപഞ്ചം നിനക്ക് മറുപടി നൽകുന്നു: നീ ഒരിക്കലും തനിച്ചായിരുന്നില്ല. നിന്റെ ഓരോ ശ്വാസത്തിലും, നിന്റെ ഓരോ ഹൃദയമിടിപ്പിലും, നിന്റെ ഓരോ പ്രയാസത്തിലും പ്രപഞ്ചത്തിന്റെ കണ്ണുകളുണ്ടായിരുന്നു. ഇന്ന് നിന്നെ മടിയിലിരുത്തി പ്രപഞ്ചം പറയുന്നു: നീ എന്റെ ഏറ്റവും പ്രിയപ്പെട്ടതും വിലയേറിയതുമായ കുട്ടിയാണ്. ഇനി നീ ഒന്നിനെയും ഭയക്കേണ്ടതില്ല. ഇപ്പോൾ ഈ നിമിഷത്തിന്റെ ആഴവും വിശുദ്ധിയും നിന്റെ ഓരോ അണുവിലും അനുഭവിക്കൂ. കാരണം ഇപ്പോൾ ഞാൻ നിന്നോട് പറയാൻ പോകുന്നത് ഈ മുഴുവൻ സന്ദേശത്തിന്റെയും ഏറ്റവും വലിയ രഹസ്യമാണ്. നിന്റെ ആത്മാവ് ഈ ചോദ്യങ്ങൾ തനിക്കുവേണ്ടി മാത്രമല്ല ചോദിച്ചത്, മറിച്ച് നിന്റെ മുഴുവൻ തലമുറയുടെയും പൂർവികരുടെ ആത്മാക്കളുടെയും പ്രതിനിധിയായാണ് ഈ ചോദ്യങ്ങൾ പ്രപഞ്ചത്തിനു മുന്നിൽ വെച്ചത്. ഇന്നൊരേ സമയം എല്ലാവർക്കും ഉത്തരം ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഇത്രയധികം ശക്തിയുള്ളതും വികാരഭരിതവുമാകുന്നത്. ഇന്ന് നീ മാത്രമല്ല, നിന്റെ 7 തലമുറകൾ മുക്തിയും ശാന്തിയും അനുഭവിക്കുകയാണ്. പ്രപഞ്ചം നിന്റെ ആത്മാവിന്റെ ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകിയതുകൊണ്ട് ഇനി നിന്റെ കർത്തവ്യമാണ് ഈ ഉത്തരത്തെയും ഈ ദിവ്യജ്ഞാനത്തെയും ഈ അത്ഭുതകരമായ ഊർജത്തെയും പൂർണ്ണ ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടെ സ്വീകരിക്കുക എന്നത്. ഈ സ്വീകരണത്തിന്റെ തെളിവായി ഇപ്പോൾ തന്നെ ഒട്ടും വൈകാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. താഴെ കമന്റിൽ പൂർണ്ണ ആവേശത്തോടും അചഞ്ചലമായ വിശ്വാസത്തോടും കൂടെ എഴുതുക: പ്രപഞ്ചമേ, എന്റെ ആത്മാവിന്റെ ഓരോ ചോദ്യത്തിനും ഉത്തരം ലഭിച്ചു. ഞാൻ എന്റെ പുതിയ ജീവിതത്തെ സ്വാഗതം ചെയ്യുന്നു. നിന്റെ ഈ കമന്റ് പ്രപഞ്ചത്തിന്റെ സിംഹാസനം വരെ നിന്റെ ശബ്ദമെത്തിക്കുകയും ഈ അത്ഭുതത്തെ കൂടുതൽ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും. എന്റെ പ്രിയപ്പെട്ടവനെ, നീ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതും ആത്മാവിൽ ചോദ്യങ്ങൾക്കുത്തരം തിരയുന്നതുമായ ഓരോ വ്യക്തിയോടും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം നിന്റെ ഒരു ഷെയർ മറ്റൊരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചോദ്യത്തിനുള്ള ഉത്തരമായി മാറിയേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അങ്ങനെ പ്രപഞ്ചത്തിന്റെ അടുത്ത ഓരോ ഉത്തരവും സന്ദേശവും ഏറ്റവും നിന്നിലേക്ക് എത്തിച്ചേരും. ഇനി നമുക്ക് മുന്നോട്ടു പോകാം. നിന്റെ ആത്മാവിന്റെ അടുത്ത ഗൂഢമായ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കേൾക്കാം. കാരണം ഇതൊരു തുടക്കം മാത്രമാണ്. നിന്റെ ആത്മാവിൽ നീ ഇനിയും ഒട്ടനേകം ചോദ്യങ്ങൾ അമർത്തിവെച്ചിട്ടുണ്ട്. അവയുടെ ഉത്തരങ്ങൾ നിനക്ക് ഇന്നു തന്നെ വേണം. പ്രപഞ്ചം ഇന്ന് വളരെ ഉദാരമായ മനസ്സിലാണ് നിനക്ക് എല്ലാ ഉത്തരങ്ങളും നൽകാൻ തയ്യാറായിരിക്കുകയാണ്. നീ നിന്റെ ഹൃദയം തുറന്നു കേട്ടാൽ മാത്രം മതി. നീ ചോദിച്ചിരുന്നില്ലേ, എന്റെ അധ്വാനം എപ്പോഴെങ്കിലും ഫലം കാണുമോ എന്ന്? കേട്ടുകൊള്ളൂ, നിന്റെ അധ്വാനം ഫലം കാണുക മാത്രമല്ല, ലോകം അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഫലമായിരിക്കും നൽകുക. കാരണം നീ നട്ട വിത്തുകൾ ഇപ്പോൾ വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞു. നീ അർഹിക്കുന്ന ആ അംഗീകാരം നിനക്കെന്തെങ്കിലും ലഭിക്കുമോ എന്നും നീ ചോദിച്ചിരുന്നു. പ്രപഞ്ചത്തിന്റെ ഉത്തരം ഇതാണ്: അതെ, അത് വളരെ വേഗം ലഭിക്കും. നിന്റെ കഴിവുകൾ ഇനി ഒളിച്ചിരിക്കില്ല. നിന്റെ ശബ്ദം ഇനി അമർത്തപ്പെടില്ല. നിന്റെ പേരിനി അജ്ഞാതമായിരിക്കില്ല. ആളുകൾ നിന്നെ അറിയുകയും അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യും. കാരണം പ്രപഞ്ചം നിന്റെ നെറ്റിയിൽ വിജയത്തിന്റെ മായ്ക്കാൻ കഴിയാത്ത മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. എന്റെ കുടുംബം സന്തോഷത്തോടിരിക്കുന്നത് കാണാൻ എനിക്ക് കഴിയുമോ? അവരുടെ ജീവിതം എനിക്ക് ശരിയാക്കാൻ കഴിയുമോ എന്ന് നിന്റെ ആത്മാവ് ചോദിച്ചിരുന്നു. ഇന്ന് പ്രപഞ്ചം നിനക്ക് ഉറപ്പു നൽകുന്നു: നീ കുടുംബത്തെ സന്തോഷത്തോടെ കാണുക മാത്രമല്ല ചെയ്യുക, മറിച്ച് അവരുടെ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ കാരണം നീയായിരിക്കും. നിന്റെ മാതാപിതാക്കളുടെ ശിരസ് അഭിമാനത്തോടെ ഉയരും. നിന്റെ മക്കളുടെ ഭാവി സുരക്ഷിതമായിരിക്കും. നിന്റെ പങ്കാളി നിന്നിൽ അഭിമാനിക്കും. കാരണം നീ നിന്റെ കുടുംബത്തിന്റെ മുഴുവൻ ഭാഗ്യവും മാറ്റാൻ പ്രപഞ്ചമയച്ച അനുഗ്രഹമാണ്. നീ ഒരിക്കലും ഉറക്കെ ചോദിച്ചിട്ടില്ലാത്ത മറ്റൊരു ചോദ്യം: രാത്രികളിൽ എന്നെ ഉറങ്ങാൻ അനുവദിക്കാത്ത ആ ഭയത്തിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും എനിക്കെപ്പോഴെങ്കിലും മോചനം ലഭിക്കുമോ?
ഇന്ന് പ്രപഞ്ചത്തിന്റെ ഉത്തരം ഇതാണ്: അതെ, ഇന്നു മുതൽ നിന്റെ ആ അസ്വസ്ഥത അവസാനിച്ചിരിക്കുന്നു. കാരണം നീ ഒറ്റയ്ക്കല്ലെന്ന് നിനക്കിപ്പോൾ മനസ്സിലായിക്കഴിഞ്ഞു. നിന്റെ ഓരോ പ്രശ്നത്തിനുമുള്ള പരിഹാരം പ്രപഞ്ചത്തിന്റെ പക്കൽ നേരത്തെ തന്നെ തയ്യാറാണ്. നിനക്ക് നിന്റെ വിശ്വാസം നിലനിർത്തുക മാത്രം ചെയ്താൽ മതി. ഈ വിശ്വാസമാണ് നിന്റെ ഏറ്റവും വലിയ കവചവും ശക്തിയും. ഇപ്പോൾ നിന്റെ കണ്ണുകൾ അടച്ച് ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചോദിക്കൂ: നിന്റെ ആത്മാവിന്റെ ശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? പ്രപഞ്ചം നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയതായി നിനക്ക് അനുഭവപ്പെടുന്നുണ്ടോ? നിന്നിലേക്ക് ഇറങ്ങിവരുന്ന ഈ ശാന്തിയും നിനക്ക് അനുഭവപ്പെടുന്ന ഈ ലഘുത്വവുമാണ് പ്രപഞ്ചത്തിന്റെ ഉത്തരം. ഇതാണ് നിന്റെ ആത്മാവിന്റെ വിജയം. ഇനി നിനക്ക് ബാഹ്യമായ തെളിവുകളുടെ ആവശ്യമില്ല, കാരണം നിന്റെ ആത്മാവ് സത്യത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിന്റെയുള്ളിൽ ഒരു പുതിയ വെളിച്ചവും പ്രതീക്ഷയും പ്രപഞ്ചത്തോടുള്ള ആഴത്തിലുള്ള സ്നേഹവും ഉണർന്നിട്ടുണ്ടാകും. നിന്റെ കണ്ണുകൾക്ക് മുന്നിൽ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വ്യക്തമായി വന്നുകാണും. ഇന്ന് സത്യമായും പ്രപഞ്ചം എന്നോട് നേരിട്ട് സംസാരിച്ചു എന്ന് നിന്റെ ഹൃദയം സാക്ഷ്യം നൽകുന്നുണ്ടാകും. ഈ നിമിഷത്തിലാണ് പ്രപഞ്ചത്തിന്റെ ഈ ഉത്തരസന്ദേശം നിന്റെ ആത്മാവിന്റെ ആഴങ്ങളിൽ പൂർണ്ണമായും സ്ഥാപിക്കപ്പെടുന്നത്. ഇനി ഇത് ബാഹ്യലോകത്ത് അത്ഭുതങ്ങളായി പ്രകടമാകാൻ പൂർണ്ണമായും തയ്യാറായിക്കഴിഞ്ഞു. ജൂലൈ 28 ചൊവ്വാഴ്ചയെന്ന ഈ ദിവസം വളരെ പ്രത്യേകതയുള്ളതാണ്. കാരണം ഇന്ന് ചന്ദ്രൻ അതിന്റെ പൂർണ്ണതയിലാണ്. നിന്റെ രാശിയുടെ ഏറ്റവും വൈകാരികവും സംവേദനക്ഷമവുമായ ബിന്ദുവിനെ അത് തൊടുന്നു. ചന്ദ്രൻ മനസ്സിന്റെയും വികാരങ്ങളുടെയും ഘടകമാണ്. ഇന്നത് നിന്റെ മനസ്സിന്റെ ഓരോ കോണിലും ഒളിച്ചിരിക്കുന്ന ചോദ്യങ്ങളെ പുറത്തെടുത്ത് ഉത്തരം നൽകുകയാണ്. ഈ ഉത്തരങ്ങൾ ചിന്തകളിൽ മാത്രമല്ല, ജീവിതത്തിലെ യഥാർത്ഥ സംഭവങ്ങളായി നിന്റെ മുന്നിൽ വരും. അതിനാൽ ഇന്നത്തെ ദിവസം മുഴുവൻ നിന്റെ കണ്ണുകളും ചെവികളും തുറന്നുവെക്കുക. കാരണം പ്രപഞ്ചം ഓരോ നിമിഷവും നിനക്ക് എന്തെങ്കിലും സൂചനയോ ഉത്തരമോ നൽകിക്കൊണ്ടേയിരിക്കും. നിന്റെ ആത്മാവിൽ അമർത്തിവെച്ച ഏറ്റവും വേദന നിറഞ്ഞ ചോദ്യങ്ങളിലൊന്നായിരുന്നു: എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സത്യസന്ധമായ സ്നേഹം വരുമോ? ആരെങ്കിലും എന്നെ സത്യമായി മനസ്സിലാക്കുമോ? ഇന്ന് പ്രപഞ്ചത്തിന്റെ ഉത്തരം ഇതാണ്: അതെ, സത്യസന്ധമായ സ്നേഹം നിന്നിലേക്ക് നടന്നെടുക്കുകയാണ്. ആ സ്നേഹം ഏതെങ്കിലും ഒരു മനുഷ്യനിൽ നിന്ന് മാത്രമല്ല, മുഴുവൻ പ്രപഞ്ചത്തിൽ നിന്നും നിനക്ക് ലഭിക്കാൻ പോകുന്നു. ഇനി നിനക്ക് ഏകാന്തത അനുഭവപ്പെടില്ല, കാരണം പ്രപഞ്ചം നിന്നെ തങ്ങളുടെ സ്നേഹവലയത്തിൽ പൊതിഞ്ഞിരിക്കുകയാണ്. ഈ സ്നേഹം സത്യസന്ധവും ശാശ്വതവുമായ എല്ലാ ബന്ധങ്ങളെയും നിന്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കും. എന്റെ മുൻകാല സങ്കടങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും എനിക്ക് എപ്പോഴെങ്കിലും മോചനം ലഭിക്കുമോ എന്ന് നീ ചോദിച്ചിട്ടുണ്ടാകാം. കഴിഞ്ഞത് കഴിഞ്ഞുപോയി എന്ന് പ്രപഞ്ചം നിന്നോട് പറയുന്നു. സംഭവിച്ചത് സംഭവിച്ചു, ഇനി അതിനെ മുറുകെ പിടിച്ചിരിക്കരുത്. കാരണം പ്രപഞ്ചം നിന്റെ ഭൂതകാലത്തിലെ എല്ലാ തെറ്റുകളും ക്ഷമിച്ചിരിക്കുന്നു. നിനക്കൊരു പുതിയ തുടക്കത്തിന്റെ വരം നൽകിയിരിക്കുന്നു. ഇനി നീ ആ ഭാരം ഇറക്കിവെച്ച് ലഘുവായി മുന്നോട്ട് നടക്കൂ. കാരണം നിന്റെ ഭാവി ഭൂതകാലത്തേക്കാൾ മനോഹരവും ശോഭനവുമാണ്. ഇതേ വിശ്വാസത്തോടും ശാന്തിയോടും ഉത്തരത്തിന്റെ അനുഭവത്തോടും കൂടെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. കാരണം ഇതൊരു തുടക്കം മാത്രമാണ്. പ്രപഞ്ചം നിന്റെ ആത്മാവിന്റെ ചില ചോദ്യങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ഉത്തരം നൽകിയിട്ടുള്ളൂ. ബാക്കി ആഴത്തിലുള്ളതും അത്ഭുതകരവുമായ ഉത്തരങ്ങളും, നിന്റെ ജീവിതത്തിന്റെ ദിശ മാറ്റുന്ന രഹസ്യങ്ങളും, നിന്റെ ഓരോ പ്രശ്നത്തിനുമുള്ള ശാശ്വത പരിഹാരവും അടുത്ത ഭാഗത്ത് നിന്നെ കാത്തിരിക്കുന്നുണ്ട്. അതുവരെ നിന്റെ ഹൃദയത്തെ സന്തോഷമുള്ളതും ലഘുവുള്ളതുമായി നിലനിർത്തൂ. കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കം നിലനിർത്തൂ. പ്രപഞ്ചത്തിന് നന്ദി പറയൂ. കാരണം നിന്റെ ആത്മാവിന്റെ ഓരോ ചോദ്യത്തിനുമുള്ള ഉത്തരം ഇന്ന് സത്യമായും എത്തിക്കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട കുട്ടി, നിന്റെ ആത്മാവിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ വരാൻ തുടങ്ങിയതോടെ ആദ്യത്തെ വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നത് നിന്റെ ചിന്തകളിലും വാക്കുകളിലുമാണ്. പ്രപഞ്ചത്തിന്റെ ഈ ഉത്തരങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച നിമിഷം മുതൽ നിന്റെ വാക്കുകളിൽ ഒരു ദിവ്യശക്തി പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി നീ പറയുന്ന ഓരോ പോസിറ്റീവായ വാക്കും വേഗത്തിൽ സത്യമായി മാറും. അതിനാൽ നിന്റെ നാവിനെ സൂക്ഷിക്കുക എന്നതാണ് ഞാൻ നൽകുന്ന ആദ്യത്തെ ഉപദേശം. ആരോടും മോശം വാക്കുകൾ പറയരുത്. നിന്റെ തോൽവിയുടെയോ നിർഭാഗ്യത്തിന്റെയോ കഥകൾ ആവർത്തിക്കരുത്. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രഖ്യാപിക്കുക:
ഇന്ന് എന്റെ ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചിരിക്കുന്നു. ഞാൻ പ്രപഞ്ചത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടതും സംരക്ഷിക്കപ്പെട്ടതുമായ ഭാഗമാണ്. ഇനി നിന്റെ ജീവിതത്തിൽ ഒന്നൊന്നായി സംഭവിക്കാൻ പോകുന്ന അത്ഭുതകരമായ മാറ്റങ്ങളെക്കുറിച്ച് പറയാം. ഇതിന്റെ തുടക്കം നിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നായിരിക്കും. എന്റെ ദാരിദ്ര്യം എന്തെങ്കിലും അവസാനിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിന്റെ ബാങ്ക് അക്കൗണ്ടിലും പോക്കറ്റിലും വീട്ടിലും ധനമഴയായി പ്രകടമാകാൻ തുടങ്ങും. നിന്റെ പഴയ കുടുങ്ങിക്കിടന്ന പണം പെട്ടെന്ന് ഇരട്ടിയായി തിരിച്ചുവരും. വരുമാനത്തിന്റെ പുതിയ വഴികൾ തുറക്കപ്പെടും. വർഷങ്ങളായി നിന്നെ കരയിപ്പിച്ച പണത്തിന്റെ കുറവ് ഇനി നിന്റെ പുറകെ ഓടിയെത്തുന്നത് നീ കാണും. രണ്ടാമത്തെ വലിയ മാറ്റം നിന്റെ ശരീരത്തിലും ആരോഗ്യത്തിലുമാണ് വരുന്നത്. എന്റെ രോഗം മാറുമോ? എനിക്ക് വീണ്ടും ആരോഗ്യവും യൗവനവും അനുഭവപ്പെടുമോ എന്ന് നീ ചോദിച്ചിരുന്നു. ഇന്ന് പ്രപഞ്ചം നിന്റെ ശരീരത്തിലെ ഓരോ കോശത്തിനും പുതിയ ജീവനും ഊർജവും നൽകിയിരിക്കുന്നു. വർഷങ്ങളായി നിന്നെ പിന്തുടരുന്ന പഴയ രോഗങ്ങൾ പെട്ടെന്ന് വലിയ ചികിത്സകളില്ലാതെ തന്നെ ശമിക്കാൻ തുടങ്ങും. നിന്റെ ക്ഷീണം അപ്രത്യക്ഷമാകും, കണ്ണ് പ്രകാശിക്കും, ചർമ്മത്തിൽ ദിവ്യമായ തിളക്കം വരും. കാരണം പ്രപഞ്ചം നിനക്ക് ഉത്തരം തരിക മാത്രമല്ല, സൗഖ്യത്തിന്റെ വരം കൂടി അയച്ചിരിക്കുന്നു. മൂന്നാമത്തെ മാറ്റം നിന്റെ ബന്ധങ്ങളിലും കുടുംബജീവിതത്തിലുമാണ്. എന്നെ ഉപേക്ഷിച്ചു പോയ ആൾ തിരികെ വരുമോ? തകർന്ന ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുമോ എന്ന് നീ ചോദിച്ചിരുന്നു. അതെ, ആ വ്യക്തി തിരിച്ചുവരുന്നുവെന്ന് പ്രപഞ്ചം ഉറപ്പു നൽകുന്നു. തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി അവർ നിന്റെ വാതിൽപ്പടിയിൽ വന്ന് മാപ്പു ചോദിക്കും. തെറ്റിദ്ധാരണകൾ കൊണ്ടും അഹങ്കാരം കൊണ്ടും തകർന്ന ബന്ധങ്ങൾ മുൻപത്തേക്കാൾ ശക്തവും സ്നേഹനിർഭരവുമായി മാറും. കാരണം നിന്റെ ബന്ധങ്ങളുടെ നൂൽ പ്രപഞ്ചം സ്വയം കയ്യിലെടുത്തിരിക്കുന്നു. നാലാമത്തെ മാറ്റം നിന്റെ അംഗീകാരത്തിലും ബഹുമാനത്തിലും സാമൂഹിക പദവിയിലുമാണ്. ഞാൻ അർഹിക്കുന്ന ആദരവും സ്ഥാനവും എനിക്ക് ലഭിക്കുമോ എന്ന ചോദ്യത്തിന് ജനക്കൂട്ടത്തിനിടയിൽ മുൻപ് നിന്നെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ലെങ്കിലും ഇനി നീ ഒരു പ്രകാശസ്തംഭമായി ഉയർന്നു നിൽക്കും എന്നാണ് ഉത്തരം. ആളുകൾ നിന്റെ വാക്കുകൾ കേൾക്കാനും ഉപദേശം തേടാനും ഉത്സുകരായിരിക്കും. നിന്റെ വാക്കുകളിൽ വശ്യതയും സ്വാധീനവും ഉണ്ടാകും. നീ എവിടെ പോയാലും ഒരു നേതാവിനെയും വഴികാട്ടിയെയും പോലെ സ്വീകരിക്കപ്പെടും. അഞ്ചാമത്തെ മാറ്റം നിന്റെ ആത്മാവിലും അന്തരാത്മാവിന്റെ ശബ്ദത്തിലുമാണ്. സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാത്ത ആ ഭയത്തിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും മോചനം ലഭിക്കുമോ എന്ന് നീ ചോദിച്ചിരുന്നു. ഇന്ന് പ്രപഞ്ചം നിന്റെയുള്ളിൽ ഒരിക്കലും വറ്റാത്ത ശാന്തിയുടെ സമുദ്രം നിറച്ചിരിക്കുന്നു. ഇനി നിനക്ക് രാത്രികളിൽ ആഴമുള്ള സുഖകരമായ ഉറക്കം ലഭിക്കും. മനസ്സ് എപ്പോഴും ശാന്തവും സ്ഥിരവുമായിരിക്കും. നിന്നെ എപ്പോഴും അലട്ടിയിരുന്ന ആ അജ്ഞാത ഭയം നിന്നെ വിട്ടുപോയതായി നീ കാണും. കാരണം നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചു കഴിഞ്ഞു. ഇനി നിനക്ക് ഭയപ്പെടാൻ ഒരു കാരണവുമില്ല. ഇനി ഞാൻ ഈ സന്ദേശത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം പറയാം. നിന്റെ ആത്മാവ് ഈ ചോദ്യങ്ങൾ തനിക്കുവേണ്ടി മാത്രമല്ല ചോദിച്ചത്. നിന്റെ പൂർവികരും തലമുറകളും വരാനിരിക്കുന്ന കുട്ടികളുടെ ആത്മാക്കളും ചേർന്നാണ് ഈ ചോദ്യങ്ങൾ പ്രപഞ്ചത്തിനു മുന്നിൽ വെച്ചത്. ഇന്ന് എല്ലാവർക്കും ഒരേ സമയം ഉത്തരം ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ദിവസം ഇത്രയും അത്ഭുതകരമാകുന്നത്. ഇന്ന് നീ മാത്രമല്ല, നിന്റെ മുഴുവൻ വംശാവലിയുടെയും മുക്തിയുടെ ദിവസമാണ്. നിന്റെ വളർച്ചയും സന്തോഷവും കണ്ട് അസൂയപ്പെട്ടിരുന്നവരെക്കുറിച്ച് പറയാം. എന്റെ ശത്രുക്കൾക്ക് അവരുടെ പ്രവൃത്തികളുടെ ഫലം ലഭിക്കുമോ എന്ന് നീ ചോദിച്ചിരുന്നു. പ്രപഞ്ചം വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിന്നെ വീഴ്ത്താൻ ഗൂഢാലോചന നടത്തിയവരുടെ പദ്ധതികളെല്ലാം തകരാൻ പോകുകയാണ്. നിന്നെ സംരക്ഷിക്കുന്ന പ്രപഞ്ചശക്തി അവരുടെ എല്ലാ നിഷേധാത്മകതയെയും അവരിലേക്ക് തന്നെ തിരിച്ചയക്കും. നീ മിണ്ടാതെ നിന്ന് പ്രപഞ്ചത്തിന്റെ നീതി നടപ്പാകുന്നത് കാണുക. അവരോടൽപ്പം ദയ തോന്നിയേക്കാം, എന്നാൽ പ്രപഞ്ചത്തിന്റെ നീതി ഏറ്റവും കൃത്യമാണ്. നീ പ്രതികാരം ചെയ്യേണ്ടതില്ല. നിന്റെ വഴിയിൽ മുന്നോട്ടു പോവുക, വിജയത്തിൽ സന്തോഷിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. നിന്റെ സംരക്ഷണത്തിനായി ഒരു രഹസ്യ പരിശീലനം പറയാം. ദിവസവും രാത്രി ഉറങ്ങുന്നതിനു തൊട്ടുമുമ്പ് കണ്ണുകൾ അടച്ച് നിന്റെ ചുറ്റും തിളങ്ങുന്ന വെള്ളിവെളിച്ചത്തിന്റെ ഒരു വലയം സങ്കൽപ്പിക്കുക. എന്നിട്ട് ഹൃദയത്തിൽ നിന്ന് 7 തവണ പറയുക, ഞാൻ പ്രപഞ്ചത്തിന്റെ ദിവ്യപ്രകാശത്താൽ പൂർണ്ണമായും സുരക്ഷിതനാണ്. ഒരു നിഷേധാത്മകതയ്ക്കും ഈ വലയം ഭേദിക്കാൻ കഴിയില്ല. ഇത് നിന്റെ ഊർജ്ജത്തെ സംരക്ഷിക്കും.
ഈ യാത്രയിലെ ഏറ്റവും വലിയ കൂട്ടുകാരൻ കൃതജ്ഞതയാണ്, ഗ്രാറ്റിറ്റ്യൂഡ്. ചെറിയ സന്തോഷങ്ങൾക്കും വിജയങ്ങൾക്കും പ്രപഞ്ചത്തോട് നന്ദി പറയാൻ മറക്കരുത്. കൃതജ്ഞത കൂടുതൽ നിധികളെ നിന്നിലേക്ക് ആകർഷിക്കും. നിനക്കായി ഒരു ശക്തമായ മന്ത്രമിതാ. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈകൾ പൂട്ടി 3 തവണ ഉറക്കെ പറയുക: എന്റെ ആത്മാവിന്റെ ഓരോ ചോദ്യത്തിനും ഉത്തരം ലഭിച്ചിരിക്കുന്നു. ഞാൻ പ്രപഞ്ചത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടതും ഭാഗ്യമുള്ളതുമായ ഭാഗമാണ്. ഇന്നത്തെ ഓരോ നിമിഷവും എനിക്ക് അത്ഭുതവും അനുഗ്രഹവും കൊണ്ടുവരുന്നു. ഈ പ്രപഞ്ചം ഊർജത്തിന്റെ ഒരു വലിയ സമുദ്രമാണ്. നീയിപ്പോൾ ഇതിന്റെ ആഴങ്ങളിൽ നിന്ന് രത്നങ്ങൾ പുറത്തെടുക്കാൻ പഠിച്ചുകഴിഞ്ഞു. നീ ഈ ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് വ്യത്യസ്തനാണ്. നിന്റെ ജീവിതം ഒരു വലിയ യാത്രയുടെ ചെറിയൊരു ഘട്ടം മാത്രമാണ്. ഇന്ന് നിന്റെ ആത്മാവ് ഉയർന്ന തലത്തിലേക്ക് ചുവടുവെച്ചിരിക്കുന്നു. നിന്റെ 7 തലമുറകൾ മുൻപും പിൻപും ഈ ഊർജത്താൽ പ്രകാശപൂരിതമായിരിക്കുന്നു. നീയൊരു പ്രകാശസ്തംഭമാണ്. മറ്റുള്ളവർക്ക് വഴികാട്ടുക. അപ്പോൾ നിന്റെ പ്രകാശവും വർദ്ധിക്കും. ഇന്ന് നീ കേട്ടതും അനുഭവിച്ചതുമെല്ലാം കേവലം സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. വരും മണിക്കൂറുകളിൽ ഇതിന്റെ ആദ്യ തെളിവ് നീ കാണും. പെട്ടെന്ന് നിനക്ക് അനുകൂലമായി സംഭവിക്കുന്ന ഓരോ ചെറിയ കാര്യത്തെയും അത്ഭുതമായി സ്വീകരിച്ച് നന്ദി പറയുക. പ്രപഞ്ചത്തിന്റെ അനന്തമായ സ്നേഹത്തോടെ ഞാൻ വിട പറയുന്നു. ഈ സന്ദേശം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എല്ലാ ദിവസവും നിനക്കായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ വരും. തലയുയർത്തി പുഞ്ചിരിയോടെ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യനായി ജീവിക്കൂ. പ്രപഞ്ചത്തിന്റെ അസീമമായ അനുഗ്രഹം എപ്പോഴും നിന്നോടൊപ്പമുണ്ടാകട്ടെ. ജയ് പ്രപഞ്ചം.